സർവസ്വരൂപേ സർവേശേ സർവശക്തി സമന്വിതേ ഭയേഭ്യസ്ത്രാഹിനോ ദേവി ദുർഗേ ദേവി നമസ്തുതേ. സകലത്തിലും അരൂപിയായി വർത്തിക്കുന്നവളും സകലതിന്റെയും സ്വാമിനിയും സകല ശക്തികളോട് കൂടിയവളുമായ അല്ലയോ ദേവി, ഞങ്ങളുടെ സങ്കടങ്ങളിൽ നിന്ന് രക്ഷിച്ചാലും. അല്ലയോ ദുർഗേ ദേവി നമസ്കാരം. നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവഞ്ചേരി ഭദ്രകാളി ക്ഷേത്രത്തിലാണ്. രുചിത്വ വിധാനത്തിൽപ്പെട്ട 13 ക്ഷേത്രങ്ങളിൽ പ്രധാന ക്ഷേത്രമാണിത്. ശാക്തേയ സമ്പ്രദായത്തിലുള്ള പൂജകൾ ഇന്നും നടന്നു പോകുന്ന ഈ ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ സങ്കല്പത്തെക്കുറിച്ചും അതിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് ചർച്ച ചെയ്യാം. ഏകദേശം 3500 വർഷത്തിന് മുകളിൽ പഴക്കമുണ്ടെന്ന് വിശ്വസിക്കുന്ന അതിപുരാതനമായിട്ടുള്ള ഭദ്രകാളി ക്ഷേത്രം കണ്ണൂർ ജില്ലയിൽ കൂത്തുപറമ്പിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീവാഴുംചേരി എന്ന തിരുവഞ്ചേരിക്കാവ്. രുചിത്വ വിധാനത്തിൽപ്പെട്ട എല്ലാ കാവുകളും പോലെ തന്നെ മഹാദേവനും ഭഗവതിക്കും സപ്തമാതൃക്കൾക്കും ക്ഷേത്രപാലകനും പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് ഈ ക്ഷേത്രവും നിലനിൽക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ അപൂർവമായിട്ടുള്ളതും പാലക്കാട് ജില്ലയിലും മലപ്പുറത്തും മറ്റുമായി കൂടുതലായി കാണുന്ന വട്ടപീഠത്തിലുള്ള വട്ടശ്രീകോവിലാണ് ഇവിടെ മഹാദേവനായിട്ട് ഉള്ളത്. വടക്കോട്ട് ദർശനത്തോടുകൂടിയാണ് ഭഗവതിയുടെ പ്രതിഷ്ഠയും. സപ്തമാതൃക്കളാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. 5 അടിയോളം ഉയരത്തിലുള്ള ഉടഞ്ഞ സപ്തമാതൃക്കളെയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. യുദ്ധകാലത്തും പടയോട്ടകാലത്തും നാശോന്മുഖമായ ക്ഷേത്രത്തെ, ഇവിടുത്തെ സപ്തമാതൃക്കളെ കൃഷിക്കാരാണ് കണ്ടെത്തിയത്. സപ്തമാതൃക്കളോടൊപ്പം അതിപുരാതനമായിട്ടുള്ള ഒരു ശൂലവും കൃഷിക്കാർ കണ്ടെത്തിയിരുന്നു. നമ്മൾ മുന്നേ പോയ രുചിത്തുകാവുകളിൽ ഒന്നായ കൊടുക്കുന്നിക്കാവിൽ ശൂലം വെച്ച് പൂജിക്കുന്നത് പോലെ തന്നെ ഇവിടെയും ശൂലത്തിന് അതിപ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. പഴശ്ശിക്കോവിലകത്തിന്റെ വകയാണ് ക്ഷേത്രം എങ്കിലും മൂസത്തുമാരാണ് ഈ ക്ഷേത്രം നല്ല രീതിയിൽ പരിപാലിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. രുചിത്വ വിധാന യാത്രയ്ക്കായി ഞാൻ ഇറങ്ങുമ്പോൾ എന്നോടൊപ്പം സാക്ഷിയായി കൂട്ടായി മഴയുണ്ടായിരുന്നു. പല ഭാവങ്ങളിലൂടെ കടന്നുപോയ മഴ തിരുവഞ്ചേരിക്കാവിലെത്തിയപ്പോൾ കണ്ണീരിന്റെ രൂപത്തിലാണ് എന്നെ സ്പർശിച്ചത്. കേരളത്തിന്റെ പരദേവതയായ കാളിയുടെ അതിപ്രധാനമായിട്ടുള്ള 13 ക്ഷേത്രങ്ങളിൽ ഒന്നായ ഇവിടം ഇന്ന് ഇത്ര ദയനീയാവസ്ഥയിൽ കിടക്കുന്ന കാണുമ്പോൾ ഏതൊരു ശാക്തേയന്റെ ഉള്ളും നീറും. യുദ്ധക്കെടുതികളെയും നിരവധി പ്രശ്നങ്ങളെയും അഭിമുഖീകരിച്ച് ശക്തമായി കയറി വന്ന മലബാറിലെ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ അതിപ്രധാനമായിട്ടുള്ള കൂത്തുപറമ്പിലെ ഈ ക്ഷേത്രത്തിന് എന്തുകൊണ്ട് യുദ്ധകാലത്തിലേറ്റ ദുരിതങ്ങളെ ഇപ്പോഴും മറികടക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു ചിന്തനീയമായ വിഷയമാണ്. രുചിത്വ വിധാനത്തിലെ ശാക്തേയ മന്ത്രങ്ങളും അതുപോലെ ത്രിപുരസുന്ദരി വിംശതിയും ഇവിടുത്തെ പ്രധാന അർച്ചനാ മന്ത്രങ്ങളാണ്. അർച്ചനാബിംബമായി ഉപയോഗിക്കുന്നത് വാൽക്കണ്ണാടിയാണ്. കുരുതി തർപ്പണവും മധ്യമ പൂജാ സമ്പ്രദായവുമാണ് ഇന്നും നടന്നു പോകുന്നത്. ക്ഷേത്ര സമ്പ്രദായത്തിൽ പൗഷ്ടിക ക്രിയകൾക്ക് അതിപ്രാധാന്യമാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഉത്സവങ്ങളും പൂരങ്ങളും മറ്റും. ഇപ്പോൾ ഇതൊന്നും നടക്കുന്നില്ല. തിരുവഞ്ചേരിക്കാവിലമ്മയുടെ അനവധി സ്വത്തുക്കൾ കയ്യേറിപ്പോയി. ഈ ക്ഷേത്രത്തിന്റെ ഇന്നത്തെ അവസ്ഥ ഒരു കാലത്ത് ഈ നാടും ഈ ക്ഷേത്രവും അനുഭവിച്ചിരുന്ന വേദനാജനകമായിട്ടുള്ള കാലഘട്ടത്തെ നമുക്ക് വരച്ചു കാണിച്ചു തരുന്നു. അനേകം ഭക്തർക്ക് വിളിച്ചാൽ വിളിപ്പുറത്തുള്ള കാരുണ്യ സ്വരൂപിണിയാണ് തിരുവാഴുംചേരി ഭഗവതി അഥവാ തിരുവഞ്ചേരിക്കാവിലമ്മ. അപ്പോൾ നമ്മൾ തിരുവഞ്ചേരിക്കാവ് മഹാദേവി ക്ഷേത്രത്തിൽ തൊഴുതിറങ്ങുകയാണ്. ഭഗവതിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി അടുത്തൊരു മഹാക്ഷേത്രത്തിൽ വെച്ച് കാണാം. നമസ്കാരം.
എല്ലാ വിദ്യകളുടെയും ആരാധനകളുടെയും ലക്ഷ്യമായും പുരുഷൻ സ്ത്രീ എന്നീ ലിംഗഭേദമില്ലാതെയും സംസാര സാഗരങ്ങളിൽ ഉഴലുന്നവരെ തോണിയായി രക്ഷിക്കുന്നവളായും ഇരിക്കുന്ന സാക്ഷാൽ കാലസംഘർഷണിയായിട്ടുള്ള ഭഗവതി 13 രുചിത്തുകാവുകളിൽ ഏറ്റവും ശോചനീയാവസ്ഥയിൽ കിടക്കുന്ന ഈ ക്ഷേത്രം വരും കാലങ്ങളിൽ ഭഗവതിയുടെ അനുഗ്രഹത്താലും ഈ നാടിൻ്റെ സുഹൃതത്താലും ഈ നാട്ടിലെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് എത്തുകയും ഈ നാട് സമ്പൽ സമൃദ്ധിയുടെ ശൃംഗങ്ങളിലേക്ക് ഉയരുകയും ചെയ്യും എന്ന പ്രതീക്ഷയോടെ ഭഗവതിയെ നമസ്കരിച്ച് നമുക്ക് അടുത്ത രുചിത്ത് ക്ഷേത്രത്തിലേക്ക് പോകാം.